ഗോപിയേട്ടാ, ഈ യാത്ര സുഖമായിരുന്നോ? ആ യാത്രയൊക്കെ നല്ല എൻജോയ് ചെയ്തു. പിന്നെ അവർ നല്ലപോലെ അറേഞ്ച് ചെയ്തിരുന്നു, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഒരു കത്ത് വന്നിട്ടേ കുറേ ദിവസമായി. ആരോ റീഡർ ചെയ്ത് അയച്ചതാണ്. ആ ഞാൻ മേശപ്പുറത്ത് ചെന്നിട്ടോ. പ്രിയപ്പെട്ട ഗോപിയേട്ട, നമ്മൾ വിവാഹബന്ധം വേർപെടുത്തിയിട്ട് വർഷങ്ങളായി. എന്നോട് വെറുപ്പില്ലെങ്കിൽ ഈ കത്ത് വായിക്കണം. ദുരഭിമാനം, വീട്ടുകാരുടെ പിടിവാശി, അങ്ങനെ പല കാരണങ്ങൾ നമ്മളെ പിരിച്ചു. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. കുറച്ച് മധുരവും കൂടുതൽ കയ്പും നിറഞ്ഞ ഓർമ്മകൾ വിധി നമ്മൾക്ക് തന്നു. എന്നെ രണ്ടാമത് വിവാഹം കഴിച്ച അദ്ദേഹം നമ്മുടെ മകൾ വനജയെ സ്വന്തം മകളെ പോലെ കരുതുന്നു. ഗോപിയേട്ടൻ ആഗ്രഹിച്ചതുപോലെ അവൾ ഡോക്ടറാകാൻ പഠിക്കുകയാണ്. പക്ഷേ ഞാനോ മോളോ ഗോപിയേട്ടനെ കാണരുതെന്ന് എൻ്റെ ഭർത്താവ് നിർബന്ധിച്ചു. ഇന്നുവരെയും ഞാനതനുസരിച്ചു. ഇപ്പോൾ ഞാൻ രോഗിയായി ചികിത്സയിലാണ്. എൻ്റെ അവസ്ഥ കണ്ടിട്ടാവാം ഗോപിയേട്ടനെ ഈ കത്തെഴുതുവാൻ അദ്ദേഹം എന്നെ അനുവദിച്ചു. എൻ്റെ ചെറിയ ആഗ്രഹം അദ്ദേഹം മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഗോപിയേട്ടൻ്റെ ഇപ്പോഴുള്ള മേൽവിലാസം, ഫോൺ നമ്പർ ഒന്നും അറിയാത്തതുകൊണ്ട് പണ്ട് നമ്മൾ വിവാഹശേഷം താമസിച്ച വീടിൻ്റെ മേൽവിലാസത്തിൽ ഈ കത്തയക്കുകയാണ്. കാണാമറയത്താണെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. ഇനി ഗോപിയേട്ടൻ്റെ ഇഷ്ടം പോലെ. എൻ്റെ ഫോൺ നമ്പർ 88 സ്നേഹത്തോടെ നളിനി. നീ അടുത്തുണ്ടായിരുന്ന കാലം ഞാൻ എന്നിലുണ്ടായിരുന്ന പോലെ. ഞാൻ തെറ്റുകാരൻ. സംസാരമായി ഞാൻ നിന്നെ വെറുതെ സംശയിച്ചു. പരിശുദ്ധായ നിന്നെ ഞാൻ സംശയിച്ചു. എന്റെ ഞാനെല്ലാം തകർത്തു. എനിക്ക് മാപ്പി ചോദിക്കണം. ഹലോ, ഞാൻ ഗോപിനാഥൻ. ഇത് നളിനിയുടെ ഫോൺ നമ്പർ അല്ലേ? അതെ അങ്കിൾ. ആരാ സംസാരിക്കുന്നത്? വനജ, നളിനിയുടെ മകൾ. വനജ, നളിനിയുടെ മോൾ. മകൾ, അമ്മയ്ക്ക് ഫോണെന്ന് കൊടുക്കാമോ? അറിഞ്ഞില്ലേ, അമ്മ 2 ദിവസം മുമ്പ് മരിച്ചുപോയി. പെണ്ണിനെ ഒത്തിരി സംശയിച്ചു, വേദനിപ്പിച്ചു. എന്നതേക്കുമായി അവളെ കാണാൻ വളരത്തേക്കും